ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മള് മാർച്ച് മാസം വിശുദ്ധ ഔസേപ്പിതാവിന് പ്രത്യേക വിധത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള വണക്കമാസമാണല്ലോ. നമ്മൾ ഔസേപ്പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥൻ, യേശുവിന്റെ വളർത്തുപിതാവ്, പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിരക്ത ഭർത്താവ്, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, കുടുംബങ്ങളുടെ മധ്യസ്ഥൻ, നല്ല മരണത്തിന്റെ മധ്യസ്ഥൻ, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, ഔസേപ്പിതാവ് ദൈവത്തിന്റെ പുത്രന്റെ സന്നിധിയിൽ ആണ് ജീവൻ പിരിയുന്നത്, ഈ ലോകത്തോട് വിട പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നല്ല മരണമാണ്, ഭാഗ്യപ്പെട്ട മരണമാണ് ഔസേപ്പിതാവിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഭാഗ്യപ്പെട്ട മരണം പ്രതീക്ഷിക്കുന്ന ഏതൊരു വ്യക്തി നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഔസേപ്പിതാവിനോടാണ്. നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമായില്ല കേട്ടോ. നല്ല മരണം കിട്ടണമെങ്കിൽ നല്ല ജീവിതം വേണം. ഔസേപ്പിതാവിനെ പോലെ ദൈവത്തിന്റെ ഹിതത്തിന് നിശബ്ദനായി നിന്നുകൊടുത്ത ഒരു ധന്യാത്മാവ്, അതാണ് ഔസേപ്പിതാവ്. അപ്പോൾ നമ്മള് ഔസേപ്പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, നിശബ്ദനായ വ്യക്തി. നിശബ്ദൻ എന്ന് പറഞ്ഞാൽ അധികം സംസാരിച്ച് നമ്മൾ കാണുന്നില്ല സുവിശേഷത്തിൽ, അധികം സംസാരിക്കാറില്ല. പക്ഷെ വാചാലമായ മൗനത്തിലൂടെ വലിയ പാഠം ഔസേപ്പിതാവ് നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തിന്റെ ഹിതം അതിന് കാതോർക്കുകയും ആ ദൈവഹിതം പ്രയാസകരമായ അനുഭവമാണെങ്കിൽ പോലും അതിന് നിശബ്ദനായി കീഴടങ്ങുന്ന ഔസേപ്പിതാവ്. അപ്പോൾ ജീവിതത്തിലുടനീളം വിശുദ്ധിയിൽ ജീവിച്ച വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. 12ാമത്തെ വയസ്സിൽ മകൻ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചു ചെന്ന് മകനെ കണ്ടെത്തിയത് രണ്ടുപേരും കൂടിയാണ്, ഔസേപ്പിതാവും മാതാവും. പക്ഷെ മറിയമാണ്, അമ്മയാണ് ചോദിക്കുന്നത്, മകനെ എന്തുകൊണ്ടാണ് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അവിടെ ഔസേപ്പിതാവ് അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. ഈ ഔസേപ്പിതാവിന് പരിശുദ്ധ അമ്മയെ കന്യാമറിയത്തെ പരമേൽപ്പിച്ച നിമിഷം തൊട്ട് അഗ്നി പരീക്ഷകളായിരുന്നു. അത് മരണം വരെ. 15 വയസ്സുവരെ യേശുവിനെ വളർത്തി. യേശുവിന്റെ 15ാം വയസ്സിലാണ് ഔസേപ്പിതാവ് മരിച്ചതെന്നാണ് പാരമ്പര്യം പറയുന്നത്. അതുവരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. ദൈവം ഫലമേൽപ്പിച്ച പരിശുദ്ധ കന്യാമറിയത്തോട് വിശ്വസ്തത പുലർത്തി. ദൈവം കാണിച്ചു കൊടുത്ത, അതും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഗർഭിണിയായ മറിയത്തെയാണ് ദൈവം ഔസേപ്പിതാവിന് കാണിച്ചു കൊടുക്കുന്നത്. അവിടെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ആ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. പുത്രനെ വളർത്തുപിതാവായിട്ട് ദൈവം പരമേൽപ്പിച്ച അതേ രീതിയിൽ വളർത്തി, മതനിഷ്ഠയിൽ വളർത്തി, നിയമങ്ങൾ പഠിപ്പിച്ചു, മരപ്പണി പഠിപ്പിച്ചു, മനുഷ്യത്വം പഠിപ്പിച്ചു, വിധേയത്വം പഠിപ്പിച്ചു, അനുസരണ പഠിപ്പിച്ചു. അങ്ങനെ ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും ആ മകൻ വളർന്നു വന്നതിന്റെ ഉത്തരവാദി ഔസേപ്പിതാവ് തന്നെയാണ്. അവൻ വിളിച്ച ദൈവത്തോടും വിശ്വസ്തത പുലർത്തി. അതുകൊണ്ട് തന്നെ ദൈവത്തോട് നീതി പുലർത്തിയ മനുഷ്യൻ നീതിമാൻ എന്നാണ് അറിയപ്പെടുന്നത്. സുവിശേഷത്തില് നീതിമാൻ എന്ന് വിളിക്കപ്പെടുന്നത് ഒറ്റയാളേ ഉള്ളൂ, ഔസേപ്പിതാവാണ്. പഴയ നിയമത്തിൽ നോഹയെ കുറിച്ച് പറയുന്നുണ്ട്, നിഷ്കളങ്കൻ, നീതിമാൻ. ഒരു വ്യക്തിക്കും അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്ന വ്യക്തിയല്ല ഔസേപ്പിതാവ്. അർഹതപ്പെടാത്തതൊന്നും കൈപ്പറ്റിയിട്ടുമില്ല. നീതിമാനാകിയാലും മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും രഹസ്യമായി ഉപേക്ഷിക്കാൻ തയ്യാറായ ഔസേപ്പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. ജീവിത പങ്കാളിയെ വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഭർത്താവ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഓരോ ഭർത്താവും ഹൃദയത്തിൽ പൂജിക്കേണ്ട ഒരു വ്യക്തിയാണ് ഔസേപ്പിതാവ്. തെറ്റ് മറിയത്തിന്റെ ഭാഗത്താണെങ്കിൽ പോലും
അത് ദൈവത്തിന്റെ ഇടപെടലാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ തെറ്റ് മറിയത്തിന്റെ ഭാഗത്താണെങ്കിലും ആ മറിയത്തിന്റെ ജീവിതത്തിൽ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ, വേദനിപ്പിക്കാതെ, ഒരു മണൽത്തരി കൊണ്ട് പോലും അവളെ എറിഞ്ഞ് പരിക്കേൽപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഔസേപ്പിതാവ്. ആ ഔസേപ്പിതാവിന്റെ ആ ജീവിതമാണ് വാസ്തവത്തിൽ നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒന്ന്. ഭാര്യമാരോട് സ്നേഹമില്ലാതെ കുത്തുവാക്ക് പറയുക, താഴ്ത്തിക്കെട്ടി സംസാരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കുന്ന ഭർത്താക്കന്മാർ, മുറിവേൽപ്പിക്കുന്ന ഭർത്താക്കന്മാർ, ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഭർത്താക്കന്മാർ. പഠിക്കണം ഔസേപ്പിതാവിനെ. ആ ഔസേപ്പിതാവിന്റെ ജീവിതം വാസ്തവത്തിൽ അത് തന്നെയാണ്. അപ്പൊ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി, നീതിമാനായിരുന്നു. നീതിമാനാകിയാലും അവളെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാൽ. അതുപോലെ തന്നെ ജെറുസലേം ദേവാലയത്തിൽ 12-ാമത്തെ വയസ്സിൽ യേശുവിന്റെ പ്രായത്തിൽ പോയപ്പോഴൊക്കെ തിരുക്കുടുംബം ഒന്നിച്ചാണ്. ചില വിശുദ്ധമായ നല്ല പതിവുകൾ ആ കുടുംബത്തിലുണ്ടായിരുന്നു. അത് ഇന്ന് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനം ഇന്ന് കുറഞ്ഞു വരുന്നു. ഒന്നിച്ച് ദേവാലയത്തിൽ പോകുന്ന അനുഭവം കുറഞ്ഞു വരുന്നു. അപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ചു വളരുന്ന കുടുംബം, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന, തന്നോട് തന്നെ വിശ്വസ്തത പുലർത്തുന്ന, ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുന്ന, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളോട് വിശ്വസ്തത പുലർത്തുന്ന ഔസേപ്പിതാവ്, ജീവന്റെ സംരക്ഷകനാണ് ഔസേപ്പിതാവ്. യേശുവിനെ ഹെറോദേസ് കൊല്ലാൻ ആഗ്രഹിച്ചപ്പോൾ ആ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ സ്വപ്നത്തിലൂടെ കിട്ടിയപ്പോൾ അതിന് കീഴ്വഴങ്ങി ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് ഒളിച്ചോടിയ തിരുക്കുടുംബം, അതിന് നേതൃത്വം വഹിച്ചത് ഔസേപ്പിതാവാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ജീവന് സംരക്ഷണം നൽകേണ്ട ദമ്പതിമാർ അബോർഷൻ നടത്തുമ്പോൾ ചിന്തിക്കണം, യേശുവിന്റെ വാക്ക് മറന്നുപോകരുത്, കുഞ്ഞുങ്ങളെ തടയരുത്. ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുകയും ഉദരത്തിലിട്ട്, ഏറ്റവും സുരക്ഷിതമായ അമ്മയുടെ ഉദരത്തിലിട്ട് കുഞ്ഞിനെ, നിഷ്കളങ്കനായ നിസ്സഹായനായ ഒരു കുഞ്ഞിനെ കൊന്നുകളയുമ്പോൾ ഏറ്റവും വലിയ പാതകമാണ് നമ്മൾ ചെയ്യുന്നത്. ഔസേപ്പിതാവ് ജീവന്റെ സംരക്ഷകനായിരുന്നു. തൊഴിലിനോട് വിശ്വസ്തത പുലർത്തിയ ആളാണ്. തന്നോട് തന്നെ വിശ്വസ്തത പുലർത്തിയ ആളാണ്. ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തിയ ആളാണ്. ജീവിതം മുഴുവനും കുടുംബ ജീവിതക്കാരുടെ മധ്യസ്ഥനായി നമ്മൾ ഔസേപ്പിതാവിനെ കാണുന്നു. ആ ഔസേപ്പിതാവിന്റെ മാധ്യസ്ഥത നമുക്ക് യാചിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനത്തിന്റെ, പരസ്പര ധാരണയുടെ, പരസ്പര വിശ്വാസത്തിന്റെ, പരസ്നേഹത്തിന്റെ അനുഭവം വളരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിലൂടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അനുഭവം പോലെ ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ, പങ്കുവയ്ക്കലിന്റെ, പരസ്പരം മനസ്സിലാക്കുന്നതിന്റെ ഒക്കെ അനുഭവം, തുല്യരായി ജീവിത പങ്കാളിയെ കാണുന്ന അനുഭവം, അതേ രീതിയിൽ ദൈവം ഏൽപ്പിച്ച മക്കളെ നല്ലതുപോലെ വളർത്തി ഞങ്ങളുടെ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളാകുവാൻ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും